കണ്ണൂരിൽ ബസിന്റെ എയർ ലീക്ക് പരിശോധിക്കുന്നതിനിടെ തല കുരുങ്ങി മെക്കാനിക്കിന് ദാരുണാന്ത്യം. പാട്യം പത്തായക്കുന്ന് സ്വദേശി സുകുമാരനാണ് മരിച്ചത്. സുലൈസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, ദാരുണമായൊരു അപകടവും മരണവും, എന്താണ് സംഭവിച്ചത്? കണ്ണൂർ പാട്യം പത്തായക്കുന്നിൽ ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ അപകടം നടന്നത്. പത്തായക്കുന്ന് സ്വദേശി സുകുമാരൻ ഏറെക്കാലമായി ഇയാൾ വണ്ടിയുടെ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന ആളാണ്. വീടിനോട് ചേർന്നാണ് ഇയാളുടെ വർക്ക്ഷോപ്പ് ഉള്ളത്. ഇവിടെ ഇന്നലെ വൈകിട്ട് ഒരു സ്വകാര്യ എയർ ബസ്, ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ നന്നാക്കാനായി മെക്കാനിക്കിനെ ഏൽപ്പിച്ചിരുന്നു. അതായത് ഇതിന്റെ എയർ സസ്പെൻഷൻ തകരാറിലായതിനെ തുടർന്നാണ് ഈ ടൂറിസ്റ്റ് ബസ് അവിടെ ജോലിക്കായി, അവിടെ പണിയെടുപ്പിക്കുന്നതിനായി ഏൽപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് തന്നെ അതിന്റെ ജോലികളൊക്കെ ഏതാണ്ട് പൂർത്തിയായതാണ്. ഈ എയർ ബലൂൺ അതിന്റെ കംപ്ലൈന്റ് ആയിരുന്നു, അത് ഇന്നലെ തന്നെ പരിഹരിച്ചതാണ്. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും ബസ് ഇതിന്റെ ഉടമസ്ഥനെ എടുക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഇതിന്റെ ഒരു അവസാനവട്ട കാര്യങ്ങൾ എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി, ഈ എയർ ലീക്ക് പരിശോധിക്കുന്നതിനായി ഇയാൾ മെക്കാനിക്ക് മഡ്ഗാർഡിനിടയിലൂടെ തലയിട്ട് പരിശോധിക്കുകയായിരുന്നു. അതിനിടെ അബദ്ധത്തിൽ ഈ ബസ് താഴേക്ക് വരികയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ എയർ സസ്പെൻഷനിടയിൽ തല കുടുങ്ങിയാണ് സുകുമാരൻ മരിച്ചത്. ഏറെ സമയത്തിന് ശേഷമാണ് ഈ അപകടം വീട്ടുകാരുടെയും മറ്റുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അതിനു മുൻപ് തന്നെ മരിച്ചിരുന്നു എന്നാണ് അവിടെ നിന്ന് ആശുപത്രി അധികൃതരിൽ ലഭിക്കുന്ന വിവരം. ശരി സുനിൽ.